പരിശുദ്ധ പരമാവധി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ രണ്ട് തിരുനാൾ ഒന്നിച്ച് ഘോഷിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊരുവിട്ട നമ്മുടെ പുണ്യപിതാവ് തോമസ് ലീഹായുടെ ഈ കർത്താവിൻ്റെ സ്പർശനവും ദർശനവും ഒന്നുപോലെ ലഭിച്ച പുണ്യവാൻ നമ്മൾ ഓർക്കുകയാണ്. ഇന്ന് മലയാറ്റൂരും അതുപോലെ മദ്രാസിലൊക്കെ ഒരുപാട് മക്കൾ തോമസ് ലീഹായുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് ഈശോയുടെ കരുണയുടെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ പറഞ്ഞു, ഞാൻ കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു. മലകൾ മാറ്റപ്പെട്ടേക്കാം, കുന്നുകൾ നിരപ്പായേക്കാം, എങ്കിലും ഈശോയുടെ അചഞ്ചലമായ സ്നേഹം എന്നേക്കും നിലനിൽക്കും. ആ ഉടമ്പടിക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ഈശോ മുഴുവനും കരുണയാണ് മക്കളെ. ഈ കരുണ ലോകം മുഴുവൻ കവിഞ്ഞൊഴുകുന്നുണ്ട്. എന്നാൽ ഒരുക്കത്തോടുകൂടെ ഭക്തിയോടുകൂടെ പലരും ഇത് കരുണ, ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്നില്ല. എന്നാൽ കരുണ കൊണ്ട് നിറഞ്ഞ ഈശോ നമ്മെ ആവാദിച്ചൂടം കരുണ കൊണ്ട് നിറയ്ക്കണം. കരുണ കാണിക്കാനായിട്ട് ഈശോ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഈശോയുടെ കരുണ സ്വീകരിക്കുകയാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ. ഈശോയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഈശോയുടെ കരുണ നമുക്ക് സ്വീകരിക്കാം. ഒപ്പം തന്നെ സങ്കീർത്തനങ്ങൾ 136 ഉരുവിട്ടുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ കാരുണ്യ അനന്തമാണെന്ന് നിങ്ങൾ പ്രത്യുത്തരിക്കുക. സങ്കീർത്തനങ്ങൾ 136 ഉറക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനു മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമുക്ക് ഉറക്കെ പറയാം. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കുറ്റകരത്താലും നീട്ടിയ വിജയത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ
കാരുണ്യം അനന്തമാണ്. എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ച കാരുണ്യ പ്രവർത്തികൾ അത് നമുക്കിപ്പോൾ ഉറക്കെ ശ്രവിക്കാം. എന്തൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ? ഈസ്റ്റർ കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് പുതുഞായർ വരെ കരുണയുടെ ഈ നൊവേന, കരുണയുടെ അപ്പസ്തോലയായ ഫൗസ്തീനയെ ഈശോ പഠിപ്പിച്ചു. ഞാൻ കരുണയാണെന്ന് ഈശോ ഉറക്കെ പ്രഘോഷിച്ചു. ഇനി കാരുണ്യ പ്രവർത്തികൾ ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കേൾക്കാം. കാരുണ്യ പ്രവൃത്തികൾ ശാരീരികങ്ങൾ 7. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്, അവശരെ സഹായിക്കുന്നത്, മരിച്ചവരെ അടക്കുന്നത്. കാരുണ്യ പ്രവൃത്തികൾ ആധ്യാത്മികങ്ങൾ 7. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നത്, ഉപദ്രവങ്ങൾ ക്ഷമിക്കുന്നത്, അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യ പ്രവർത്തികൾ ഇപ്പോൾ നമ്മൾ 7 എണ്ണം ശാരീരികവും ആത്മീയവും വായിച്ചു കേട്ടു. സിസ്റ്റർ ഓർക്കുകയാണ്, ഇപ്പോൾ ആത്മഹത്യ പെരുകി വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സിസ്റ്റർ ആയിരിക്കുന്ന ഈ സ്ഥലം ഏതാന്ന് വെളിപ്പെടുത്തുന്നില്ല, എവിടെയും ആത്മഹത്യയാണ്. അതുപോലെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക്, ഇങ്ങനെ ഒരുപാട് കടും മരണങ്ങൾ, അന്ത്യകൂദാശകൾ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ ആത്മാവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ ഒരു അവസരത്തിൽ ചെയ്യുന്ന, ഇന്നലെയും കൂടി നമ്മൾ ഒരെണ്ണം ചെയ്തു, അന്നദാനം. അപ്പോൾ ഇതിൽ പറയാണ് അനാഥർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, വസ്ത്രം വിതരണം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ മണിപ്പൂരിയിൽ പോകുമ്പോഴും ഇതുപോലെ ഇത് കാരുണ്യ പ്രവർത്തികളുടെ ആ ഗുണങ്ങൾ അറിഞ്ഞിട്ടോ അതുകൊണ്ടോ അല്ല, പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഒരുപാട് വസ്ത്രങ്ങൾ കളക്ട് ചെയ്തു, ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കളക്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കാരുണ്യ പ്രവർത്തികൾ. വസ്ത്രം കൊടുക്കുന്നത്, നമ്മളിപ്പോൾ വിവാഹത്തിന് സമ്മതത്തിന് ഒരു വസ്ത്രം ഇട്ടു, അത് ഉടൻ വലിച്ചെറിഞ്ഞു. പിന്നെ കല്യാണത്തിന് വേറെ വസ്ത്രം ഇട്ടു, അത് ഉടൻ വലിച്ചെറിഞ്ഞു. പിന്നെ ഇപ്പോൾ മധുരം വയ്ക്കുന്ന പരിപാടിയുണ്ട് തലേ ദിവസം, അപ്പോൾ വലിച്ചെറിഞ്ഞു. മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല, അതൊക്കെ അപ്പോൾ മാറ്റി അതിന് തന്നെ മഞ്ഞ വസ്ത്രം എടുത്തു. അപ്പോൾ ഒരു നേരത്തെ വസ്ത്രം പോലും ധരിക്കാൻ കിട്ടാത്ത വനാന്തരങ്ങളിലും മലയോരങ്ങളിലും ഗുഹകളിലും മിഷൻ ഏരിയകളിലൊക്കെ കഴിയുന്ന ദാരിദ്ര്യ ഗ്രാമങ്ങളിൽ കഴിയുന്ന കുറേ മക്കളെ സിസ്റ്റർ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ വസ്ത്രം ദാനം ചെയ്യുക, നമുക്ക് ആവശ്യമില്ലെന്നൊന്ന് വസ്ത്രം ദാനം ചെയ്യുക. അതുപോലെ തന്നെ ആഹാരം കൊടുക്കുക. ഞങ്ങളിപ്പോൾ ഇന്നലെ 50 പേർക്ക് ഭക്ഷണം കൊടുത്തു, ആഹാരം വിതരണം ചെയ്യുന്നു. ഇതെല്ലാം കാരുണ്യ പ്രവൃത്തിയിൽ പെടുന്നതാണ്. ആ ചെയ്യുന്ന നിയോഗം വയ്ക്കുന്ന വ്യക്തികൾക്കും നമുക്കും ഒരുപോലെ ഇത് പാപപരിഹാരമാണ്. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം. കരുണയുടെ ഈ തിരുനാളിൽ നമ്മൾ ഈ സമയം കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ഉച്ചസ്വരത്തിൽ ഈ സമയം നമുക്ക് കരുണയുടെ ജപമാല ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ജപമാല കരങ്ങളിൽ എടുക്കുന്നു. കരുണയുടെ ജപമാല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,